ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിൻലി ടോക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിന്റെ ബുള്ളിഷ് മൂവ്മെന്റ് ആണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ഡേ ആണ്. ഏപ്രിൽ ഫസ്റ്റ് മന്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഏപ്രിലിന്റെ ആ ദിവസം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ്, നല്ലൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. നമ്മുടെ 22,800 ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ബ്രേക്ക് ഔട്ട് ആയി പോയി. നമുക്ക് കാണാം ഇവിടെ നല്ലൊരു ഹാമർ ഫോം ചെയ്താണ് ബ്രേക്ക് ഔട്ട് ആയത്. അതിനുശേഷം പിന്നെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് 22,703 എന്ന ലെവലിൽ വന്ന് ക്ലോസ് ചെയ്തിരിക്കണേണ് ഗൈസ്. അപ്പോൾ ആദ്യമേ തന്നെ ക്ലോസിംഗ് മാർക്ക് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഡിസ്കഷൻ ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 22,703. ഇതാണ് നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 22,679.40 പ്ലസ് 348 പോയിന്റ്സ് അപ്പ് പ്ലസ് 1.56% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. 348 ഗ്യാപ്പോട് കൂടി നോക്കിയാൽ നല്ലൊരു മൂവ്മെന്റ് ആണ്. കാര്യം നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് എപ്പോഴും 100 to 200 പോയിന്റ്സ് ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഈ ഗ്യാപ്പ് ഒഴിവാക്കിയാൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 294 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നടത്തിയിട്ടാണ് പിന്നെ ഡൗൺവേർഡ് മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നിന്ന് മാർക്കറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നിരിക്കുന്നത്. ഇനി ഇപ്പോ പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് ക്ലോസ് ആയി. നമുക്ക് പണ്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. പകരം ഇവിടെ ഇനിയിപ്പോ ഫോം ചെയ്തിരിക്കുന്ന താഴെ ഒരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്നൊരു ദിവസം ബുള്ളിഷായി പോയതുകൊണ്ട് നാളെ ബുള്ളിഷായി പോകണമെന്നില്ല. അപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ക്ലോസ് ആവുന്നതായിരിക്കും. അപ്പൊ ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ 186 പോയിന്റ്സ് ഉണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 186 പോയിന്റ്സ് ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ അടുത്ത് കാണിക്കാനുള്ള വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോഴും മാർക്കറ്റ് സെൽ ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രെൻഡ് ലൈനും കൂടി വരക്കാം. ഇതാണ് നമ്മുടെ സെൽ ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണ്, എന്നാൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്, ഒരു മൈനർ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 23,000 എന്ന് പറയുന്ന ലെവലാണ്. അതായത് ഇവിടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ഇത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത് ബ്രേക്ക് ഔട്ട് ആവുന്നതോടുകൂടി ഒരു ബുള്ളിഷ് ക്യാൻഡിലോ ഒരു മർബോസോ ഒക്കെ കൊണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ആവുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു ഹാമർ വന്നാലും മതി, ബ്രേക്ക് ഔട്ട് ആവുന്നതോടുകൂടി ഈ റെസിസ്റ്റൻസ് ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസസ് ആണ്. ഒന്ന് ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് ഇങ്ങനെ ബ്രേക്ക് ഔട്ട് നടക്കും. ഓക്കെ, അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മാർക്കറ്റിന്റെ ബുള്ളിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയ അതിന്റെ തൊട്ട് മുകളിലത്തെ റെസിസ്റ്റൻസ് വരുന്നത് 23,200 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 23,200. കറക്റ്റ് ഇതെടുത്തോട്ടെ. 23,200 ഇവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും നമ്മൾ നോക്കാനുള്ള 1 hour ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. അതും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതും കൂടി മാർക്ക് ചെയ്യാം. 26 അല്ല, 23,200 ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2. ഓക്കെ, ഇതും റെസിസ്റ്റൻസ് 1 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. കാര്യം 23,000 നമ്മളൊരു മൈനർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്മോൾ റെസിസ്റ്റൻസ് ആയിട്ടേ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ 23,200 ഇപ്പോൾ റെസിസ്റ്റൻസ് 1 ആയിട്ട് കൺസിഡർ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതായിരിക്കും നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് കൺഫർമേഷൻ ലെവൽ ആയിട്ട് 23,000-നേലും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സപ്പോർട്ട് ലെവലാണ്. സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 22,400 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാൻ 22,400 ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ലെവൽ വരുന്നത്. ഞാനിവിടെ മാർക്ക് ചെയ്യാം 22,400. ഇത് ഇൻട്രാഡേ സപ്പോർട്ട്. ഞാനിവിടെ കറക്റ്റ് ഒന്ന് എഴുതിക്കോട്ടെ. ഇത് ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ നോക്കാനുള്ളത് ഇതിന്റെ കറക്റ്റ് ബെയറിഷ് ബ്രേക്ക് ഔട്ട് ആണ് സെലക്ട് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷനോ അല്ലെങ്കിൽ 186 പോയിന്റ്സ് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളി ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യണം. ഓക്കെ, ഫുള്ളി ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് ഫുള്ളി ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഒരു ബെയറിഷ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യും. വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകുന്നതായിരിക്കും. അതായത് ഇവിടുന്ന് റിട്ടേൺ പോകുന്നതായിരിക്കും. ഓക്കെ, റിട്ടേൺ റിവേഴ്സ് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 186 പോയിന്റ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻട്രാഡേയിൽ ഈസിലി ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായാൽ ക്രോസ് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 to 200 പോയിന്റ്സ് ആണ് നമ്മുടെ നിഫ്റ്റി 50യുടെ 100 to 200 പോയിന്റ്സ് ആണ് നിഫ്റ്റി 50യുടെ ആവറേജ് മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ 186 പോയിന്റ്സ് ഈസിലി ബ്രേക്ക് ഔട്ട് ആവുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം. ഈ 186 പോയിന്റ്സ് ഗ്യാപ്പ് ക്ലോസ് ചെയ്താൽ താഴത്തോട്ടുള്ള നിങ്ങൾ വല്ല പുട്ട് ഓപ്ഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ സൂക്ഷിച്ചെടുക്കാൻ, അല്ലെങ്കിൽ
സെൽ സൈഡിലോട്ട് സെല്ലേഴ്സ് ഡോമിനേഷൻ എടുക്കുവാണെങ്കിൽ, സെൽ സൈഡിലെ കോൾ എടുക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ലെവൽസ് അറിയണമെങ്കിൽ, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ, കറക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ഫിബൊനാച്ചി എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക് ടു അഡ്വാൻസ്ഡ് വരെ നിങ്ങളുടെ മെന്ററിന്റെ അടുത്തിരുന്ന് വളരെ എല്ലാം ക്ലിയർ ചെയ്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നിങ്ങൾക്ക് കോഴ്സ് 4199 പർച്ചേസ് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി എന്നാണ് കോഴ്സിന്റെ പേര്. നമ്മൾ ഓൺലൈനും ഓഫ്ലൈനും കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ടു ഫേസ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ് ചെയ്യുന്നത്. കൂടാതെ റെക്കോർഡിംഗ്സ് വിത്ത് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫ് ടൈം ലേണിംഗ് ഡാഷ്ബോർഡ് ആക്സസ് കൊടുക്കുന്നുണ്ട്. റിയൽ ടൈം വാട്സ്ആപ്പ് സപ്പോർട്ട്, ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത കാര്യം ലെവൽസ് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നോ, ഇന്ന സ്ട്രൈക്ക് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നോ പറയുന്നില്ല. നമ്മൾ പ്യുവർ എഡ്യൂക്കേഷൻ ആണ്. ഞാൻ എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങളെ ആക്കി തരാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ സ്വയം തന്നെ ലെവൽസും ഇതൊക്കെ മാർക്ക് ചെയ്യാൻ ഈ കോഴ്സ് തീരുന്നതോടെ പഠിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടേതായ സ്ട്രാറ്റജി ബിൽഡിംഗ് ഫ്രെയിം വർക്കും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസും ഓൾറെഡി ഉള്ള സ്ട്രാറ്റജീസ് ആയ സ്ട്രാഡിൽ, സ്ട്രാങ്കിൾ ഇതൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും കോഴ്സിന്റെ അകത്ത്. ഇതിന്റെ ഒപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷൻ നമ്മൾ കൊടുക്കും. കോഴ്സിന്റെ അകത്ത് കവർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് പാറ്റേൺസ്, ഫിബൊനാച്ചി, പ്രൈസ് ആക്ഷൻ, കാൻഡിൽ അനാറ്റോമി, ടെക്നിക്കൽ അനാലിസിസ്, സെന്റിമെന്റൽ അനാലിസിസ്, വോളിയം അനാലിസിസ്, സ്ട്രാറ്റജീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ടെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജീസ്, പിന്നെ ഹൗ ടു ടേക്ക് ആൻ എൻട്രി, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, പിന്നെ ഇമോഷണൽ ട്രേഡിംഗ് കൺട്രോൾ അതെങ്ങനെ ചെയ്യണം. കാര്യം മിക്കവർക്കും ഓവർ ട്രേഡിംഗ് ചെയ്താണ് വലിയ ലോസസ് ഉണ്ടാകുന്നത്. മിനിമം ലോസിൽ എങ്ങനെ പുറത്തിറങ്ങാം, റൈറ്റ് ട്രേഡ് എങ്ങനെ എടുക്കാം. പിന്നെ ഒപ്പം നമ്മൾ ബോണസ് ആയ ടെക്നിക്കൽ അനാലിസിസ് എന്ന മോഡ്യൂള് 9999 ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 9999 ആണ് കോഴ്സിന്റെ മോഡ്യൂളിന്റെ കോസ്റ്റ്. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999 റുപ്പീസിന്റെ കോഴ്സ് നമ്മൾ ഈ കോഴ്സിന്റെ ഒപ്പം ബോണസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം നോക്കുവാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ് മാസ്റ്ററി 9999, ടെക്നിക്കൽ അനാലിസിസ് മോഡ്യൂൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, അതിന് 9999, റിസ്ക് ആൻഡ് മണി മാനേജ്മെന്റ് മോഡ്യൂൾ 5999. ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാതെ നമ്മൾ നോക്കുവാണെങ്കിൽ 25997 ആണ് കോഴ്സ് പ്രൈസ് വരുന്നത്. അത് മാക്സിമം റെഡ്യൂസ് ചെയ്ത് 4199 റുപ്പീസിന് ഉള്ളിലാണ് നമ്മൾ ചാർജ് ഒരു സ്റ്റുഡന്റിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആയ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സ്ആപ്പ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വിളിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ ഓഫറിൽ തന്നെ കോഴ്സ് ഗ്രാബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഓപ്ഷൻ ട്രേഡേഴ്സ് പല ചെറിയ പ്രോഫിറ്റുകൾ നേടി ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ ട്രേഡ് കൊണ്ട് എല്ലാ പ്രോഫിറ്റും ലോസ് ആയി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഈ വാറിന്റെ സമയത്ത് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇതെല്ലാം നമ്മുടെ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓവർ ട്രേഡ് ചെയ്ത് വലിയൊരു ലോസിലോട്ട് പോകുന്ന അവസ്ഥ, കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ അറിഞ്ഞുകൂടാ, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോഴ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കാര്യം ഓഫ്ലൈൻ ഉണ്ട് കോഴ്സ്, പിന്നെ ഓൺലൈൻ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ കോഴ്സ് എടുത്ത് കൊടുക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ടെക്നിക്കൽസ് ആണ് പഠിപ്പിക്കുന്നത്. കറക്റ്റ് ആയിട്ട് എങ്ങനെ ലെവൽ എടുക്കണം, കറക്റ്റ് ആയിട്ട് എങ്ങനെ അനലൈസ് ചെയ്യണം, ബാക്ക് ടെസ്റ്റിംഗ് ചെയ്യണം, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. കാശ് ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ എങ്ങനെ ഇത് പഠിച്ചെടുക്കാം എന്നുള്ള മെത്തേഡ് നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഓഫർ പ്രൈസിൽ തന്നെ കോഴ്സ് കരസ്ഥമാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ഇന്നലെ പറഞ്ഞതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ 51,000 റെസിസ്റ്റൻസ് 1ഉം 52,000 റെസിസ്റ്റൻസ് 2 ആണ്. അപ്പൊ ഇന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ 52,000 റെസിസ്റ്റൻസ് 2ൽ വന്നാണ് മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതായത് ക്ലോസ് ചെയ്തെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ഉണ്ടായി. കാര്യം 52,000 റെസിസ്റ്റൻസ് 2 ആയിരുന്നു, അത് റെസ്പെക്ട് ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന 440 പോയിന്റ്സ് ഗ്യാപ്പ് ഇതോടെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. ഇവിടെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന്. ഇത് 52,000 എന്ന ലെവലാണ്. അവിടെ വന്നപ്പോഴേക്കും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായി. അവിടെ വന്ന് കറക്റ്റ് ആയിട്ട് പിന്നെയുള്ള നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത് ബെയറിഷ് ക്യാൻഡിലാണ്. എന്നിട്ട് അതായത് ഇവിടെ വന്നു കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ആ റെസിസ്റ്റൻസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തു. സെക്കൻഡ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിരുന്ന കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് 51 to 526 വന്ന് ക്ലോസ് ചെയ്തിരുന്നത്. ഇതാണ് ഞാൻ പറയുന്നത് ടെക്നിക്കൽ അനാലിസിസ് രീതി വഴിയുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്കറ്റ് വാറിന്റെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുമെന്ന്. അതിന്റെ ഒപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വെറുതെ ഇവിടം കൊണ്ട് ഉണ്ടായാൽ മാത്രം പോരാ, ഇവിടെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടാകണമെങ്കിൽ ബുള്ളിഷ് ആയിട്ട് പോകുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ബ്രേക്ക് ഔട്ട് അല്ല ഉണ്ടായത്. ഇവിടെ വന്ന് കറക്റ്റ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് താഴത്തോട്ട് പോകുന്ന 526 ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതൊന്ന് അനലൈസ് ചെയ്യാം നാളത്തേക്കായിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് ആദ്യം തന്നെ മാർക്ക് ചെയ്തോട്ടെ. 51,526 ആണ് ഇന്നത്തെ നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 51,448.65 പ്ലസ്
1173.30 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് പ്ലസ് 2.33% വൈസ് അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 300 പോയിന്റ്സ് ആണ്. അപ്പൊ ഈ 300 പോയിന്റ്സിൽ ഇവിടെ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഞാൻ മെഷർ ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും വരുന്ന ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഏകദേശം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 688, നമുക്ക് റൗണ്ട് അപ്പ് ആയിട്ട് 700 പോയിന്റ്സ് ഇടാം. 700 പോയിന്റ്സ് വരുന്ന ഗ്യാപ്പ് ഫസ്റ്റ് ഫോം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒരു മുകളിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായത്. ആ മൂവ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ അതും ഒരു ആവറേജ് മൂവ്മെന്റ് കണ്ടോ, നമ്മുടെ 770 പോയിന്റ്സ് ആവറേജ് മൂവ്മെന്റ് മൂവ് ചെയ്തതിന് ശേഷമാണ് പിന്നെ താഴ്ത്തോട്ട് മൂവ് ചെയ്തത്. അപ്പൊ ടോട്ടലി 1173 പോയിന്റ്സ് ടോട്ടൽ അപ്പ് മൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ ഗ്രീൻ ലൈൻ വെച്ച് നോക്കാൻ നേരത്ത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റ് ഇൻട്രാഡേയില് സെൽ ട്രെൻഡിൽ തന്നെയാണ്. ഇന്നൊരു ദിവസം ബുള്ളിഷ് പോയതുകൊണ്ട് നാളെയും ബുള്ളിഷ് പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ച് കാണിക്കാം. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടക്കണം. ഈ സെൽ ട്രെൻഡ് ലൈനിലെ റെസിസ്റ്റൻസസ് ആണ്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ബുള്ളിഷ് പോകുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് നാളത്തേക്കുള്ള ഇൻട്രാഡേ ലെവൽസ് മാർക്ക് ചെയ്യാം. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം ഇനി വരാനുള്ള റെസിസ്റ്റൻസസ് ആണ്. ഈ റെസിസ്റ്റൻസസ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ജാഗ്രതയോടെ ട്രേഡ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1173 പോയിന്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 700 പോയിന്റ്സ് ഗ്യാപ്പ് ആണ്. ഓക്കെ, ഇത് ടോട്ടൽ ചെയ്തപ്പോഴാണ് ഇത് മുകളിലോട്ട് ഭയങ്കര അപ്പ് മൂവ്മെന്റ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ മാർക്കറ്റ് ഇപ്പോഴും വാർ ടെൻഷൻ ഉണ്ട്, ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഉണ്ട്, മാർക്കറ്റ് വോളക്റ്റൈൽ ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ ഇനിയും പോകാനാണ് ചാൻസസ് കൂടുതൽ. ഈ വാർ അവസാനിക്കുന്ന വരെ മാർക്കറ്റ് ഇത്തിരി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കാണിക്കും. ഇതുപോലെയുള്ള ഗ്യാപ്പ് അപ്സും ഗ്യാപ്പ് ഡൗണും ഉണ്ടാവും. പക്ഷെ ഇന്നൊറ്റത്തെ ഗ്യാപ്പ് അപ്പ് കൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ആയി എന്ന് വിചാരിക്കരുത്. കാര്യം നമ്മുടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നടന്നിട്ടില്ല. അതിന്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ഉള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് കടക്കേണ്ട കടമ്പ നമ്മുടെ 52,000 ആണ്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 53,000 ആണ്. ഇൻട്രാഡേ റെസിസ്റ്റൻസ് ടു ഇത് രണ്ടും നല്ല 1 അവറിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ 1 അവർ ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ എടുത്ത് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു അപ്വേർഡ് മൂവ്മെന്റ്, അപ്വേർഡ് ബുള്ളിഷ് മൂവ്മെന്റ് അറ്റ്ലീസ്റ്റ് ഇൻട്രാഡേയിൽ ട്രെൻഡ് ചേഞ്ച് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ് അഥവാ ബുള്ളിഷ് മൂവ് ചെയ്യുവാണെങ്കിൽ. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയല്ല. അങ്ങനെ ഒരു മൂവ്മെന്റിനുള്ള പ്രതീക്ഷ അധികം വെക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും 53,000 മുകളിലോട്ട് പോവുകയാണെങ്കിൽ 53,000 എന്ന റെസിസ്റ്റൻസ് വൺ റെസ്പെക്ട് ചെയ്ത്, അതായത് ഇവിടെ വന്ന് റെസ്പെക്ട് ചെയ്ത് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്താലും ശരി, ഇവിടെ വന്ന് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് പിന്നെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് കൺഫേം ആയിട്ട് എടുക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്താൽ ഉറപ്പിച്ചോളണം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ പോണേന്ന്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ലെവൽ നോക്കണമെങ്കിൽ 50,000 ആയിരിക്കും നമ്മുടെ സപ്പോർട്ട് ലെവൽ വരുന്നത്. ഇത് ഗ്യാപ്പും ഇന്നലത്തെ ഡൗൺവേർഡ് ഏറ്റവും താഴത്തെ ലെവലും വെച്ചാണ് ഞാനിത് മാർക്ക് ചെയ്യുന്നത്. 50,000 ഇതായിരിക്കും നമ്മുടെ ഇൻട്രാഡേ സപ്പോർട്ട് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കേണ്ടത് 1 അവർ ബെയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ ആണ്. നല്ലൊരു ബെയറിഷ് ഫോം ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് വീണ്ടും താഴ്ത്തോട്ടുള്ള മൂവ്മെന്റ് തുടരുന്നതായിരിക്കും. ഗ്യാപ് ഡൗണോ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ നോർമൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയാലും നമ്മുടെ താഴ്ത്തോട്ടുള്ള മൂവ്മെന്റ് തുടരുന്നതായിരിക്കും. അതേസമയം 50,000 അവിടെ വന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ബ്രേക്ക് ഔട്ട് ചെയ്യണ ഗ്രീൻ ക്യാൻഡിൽ അല്ല, അതിന്റെ തൊട്ട് താഴെ വന്ന് ഇങ്ങനെ ഇവിടം കൊണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായാൽ നമുക്ക് ഇവിടെ നിന്ന് കാര്യം അപ്പോഴേക്കും അത് ഒരു ബുള്ളിഷ് ടേൺ ഓവർ ആകും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാർക്കറ്റിന്റെ സപ്പോർട്ട് റെസ്പെക്ട് ചെയ്തുള്ള റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയുടെ. ഇനി നമുക്ക് ഇന്നത്തെ നിഫ്റ്റി 50യുടെ ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും ആരാന്ന് നോക്കാം. അപ്പൊ ഓഫ് കോഴ്സ് ഇന്ന് നിഫ്റ്റി 50 ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ഗെയിനർ വന്നിരിക്കുന്ന ട്രെൻഡ് ആണ് ഇൻഡിഗോ, അദാനി പോർട്സ്, ബെൽ, അദാനി ആൻഡ് SBI, ഇച്ചർ മോട്ടോഴ്സ്, ജിയോ ഫൈനാൻസ്, ഇറ്റേണൽ, LT, ആക്സിസ് ബാങ്ക്, ശ്രീറാം ഫൈനാൻസ്, ഏഷ്യൻ പെയിന്റ്, ടൈറ്റൻ, TMPV, ഹിൻഡാൽകോ, ഇൻഫി, M&M, TCS, ബജാജ് ഫൈനാൻസ്, ഇതൊക്കെയാണ് ബുള്ളിഷ് ആയിട്ട് പോയത്. ലൂസേഴ്സ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലൂസർ വന്നത് ഡോക്ടർ റെഡ്ഡി ആണ്. അതിന്റെ തൊട്ടു പുറകെ HDFC ലൈഫ്, സിപ്ല, അപ്പോളോ ഹോസ്പിറ്റൽ, സൺ ഫാർമ, NTPC, പവർ ഗ്രിഡ്, മാക്സ് ഹെൽത്ത്, കോൾ ഇന്ത്യ, അൾട്രാ സിമെന്റ് കോ, ഇതൊക്കെയാണ് നിഫ്റ്റി 50യുടെ ടോപ്പ് ലൂസേഴ്സ് വന്നത്. ഇനി നമ്മുടെ
ഇൻഡെക്സസ് ആൻഡ് സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഡെക്സുകളിലും എടുത്തു പറയാനുള്ളത് നിഫ്റ്റി സ്മോൾ ക്യാപ് 100ഉം നിഫ്റ്റി സ്മോൾ ക്യാപ് 250യും ഇത് രണ്ടും 3%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തു. പിന്നെ മൈക്രോ ക്യാപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 4.62% അപ്പ് മൂവ്മെന്റ് ആണ് നൽകിയത്. ഗ്യാപ്പോട് കൂടിയാണ്, എന്നാലും നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ്. ഒരു മൈക്രോ ക്യാപ്പ് കുറെ നാൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ബിഗർ ബുള്ളിഷ് മൂവ്മെന്റ് നടത്തുന്നത്, നല്ലൊരു കാര്യം. പിന്നെ നിഫ്റ്റി 50, പിന്നെ നിഫ്റ്റി 200, നിഫ്റ്റി 100, പിന്നെ എടുത്തു പറയാനാണെങ്കിൽ നിഫ്റ്റി 500, നിഫ്റ്റി 150, പിന്നെ ഈ പറഞ്ഞ ലിസ്റ്റിലെല്ലാം 1%ന്റെ മുകളിലും ബാക്കി എല്ലാ ഇൻഡെക്സുകളും 2%ന്റെ മുകളിലുമാണ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത്. അതിനകത്ത് എടുത്തു പറയാനുള്ള ഇതെന്ന് പറയുന്നത് നിഫ്റ്റി 200 1.83%, നിഫ്റ്റി 100 1.74% അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അതും നല്ലൊരു മൂവ്മെന്റ് ആണ്. മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റ് ഗ്രീൻ ആയിരുന്നു എന്ന് പറയാം. ഇനി സെക്ടോറിയൽ ഇൻഡിസസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തത് നിഫ്റ്റി ഹെൽത്ത് കെയർ ആണ്. 1.2%ന്റെ അടുത്താണ് നമ്മുടെ ബെയറിഷ് ആയിട്ട് നിഫ്റ്റി ഹെൽത്ത് കെയർ മൂവ് ചെയ്തത്. പിന്നെ 1%ന്റെ താഴെ 1% ഉണ്ട്, 0.99 ആണ്, എന്നാലും 1%ന്റെ താഴെ എന്ന് നമുക്ക് പറയാം നിഫ്റ്റി ഫാർമയും നിഫ്റ്റി 500 ഹെൽത്ത് കെയറും ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തു. നിഫ്റ്റി 500 ഹെൽത്ത് കെയർ അത്ര ബെയറിഷ് ആയിട്ടല്ല, കാര്യം 0.51%, 0.5% ബെയറിഷ് ആയിട്ട് മൂവ് ചെയ്തോളൂ. പക്ഷെ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്തതെന്ന് പറയുന്നത് നിഫ്റ്റി മീഡിയയും നിഫ്റ്റി മിഡ് സ്മോൾ ഫിനാൻഷ്യൽ സർവീസസും നിഫ്റ്റി കെമിക്കലും നിഫ്റ്റി PSU ബാങ്കും ഇതെല്ലാം 3%ന്റെ മുകളിലാണ് ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തത്. ബാക്കി എല്ലാം 1% അല്ലെങ്കിൽ 2%ന്റെ മുകളിൽ ബുള്ളിഷ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റിയിലോട്ട് കിടക്കാം. അപ്പൊ നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ എന്ന് പറയുന്നത് 23,200 ആണ്. ഞാൻ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറ്റി വെക്കാം. 23,200 ആണ് നമ്മുടെ സപ്പോർട്ട് ലെവൽ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 24,000 ആണ് റെസിസ്റ്റൻസ് ലെവൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 24,000 റെസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് 280 പോയിന്റ്സ് ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫുള്ളി ക്ലോസ് ചെയ്തെന്ന് പറയാം. ഇനിയുള്ള ഒരു ചെറിയ ഗ്യാപ്പ്, വളരെ ചെറിയൊരു ഗ്യാപ്പ്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. പക്ഷെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നൽകിയത്. ഞാനിവിടെ പറഞ്ഞിരുന്ന പോലെ ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇവിടെ ആ ലൈനിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന നല്ലൊരു ഗ്രീൻ കാൻഡിൽ കൺഫർമേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. ഇവിടെ ഇനിയിപ്പോ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതിലോട്ട് കടക്കാം. അതായത് ഇനിയിപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാര്യം അത്രയും ചെറിയ ഗ്യാപ്പാണ്. പക്ഷെ എന്നാലും നമുക്ക് മെഷർ ചെയ്ത് വെച്ചേക്കാം. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 60 പോയിന്റ്സ് ഗ്യാപ്പ് ഇനി ബാക്കി ഫില്ല് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കാം. 60 പോയിന്റ്സ് ഗ്യാപ്പ് ആണ് ഇനി ബാക്കി ഫില്ല് ചെയ്യാനുള്ളത്. 60 പോയിന്റ്സ് ഗ്യാപ്പ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കില്ല. ഗ്യാപ്സ് ഒക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ആവറേജ് മൂവ്മെന്റ് 150 to 200 പോയിന്റ് ആണ്. അത് വെച്ച് നോക്കാൻ നേരത്ത് 60 പോയിന്റ്സും കൂടി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഗ്യാപ്പാണ്. അത് മാത്രമല്ല ഇനി നമുക്ക് ക്ലോസിംഗും കൂടി മാർക്ക് ചെയ്തിട്ട് വേണം അടുത്തതിലോട്ട് കടക്കാൻ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ ഞാനിത് കളഞ്ഞോട്ടെ. ഇത് നമ്മുടെ വെനസ്ഡേ ക്ലോസിംഗ് ആണ് ഇനി മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഏകദേശം 24,009, 24,000 റൗണ്ട് അപ്പ് എന്ന് പറയാം. പക്ഷെ 24,009 നമ്മൾ വരച്ചിരുന്ന റെസിസ്റ്റൻസിൽ കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കുവാണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തിരിച്ച് റെസിസ്റ്റൻസിൽ വന്ന് മാർക്കറ്റ് നിൽക്കുവാണ്. കാരണം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെക്നിക്കൽസ് എന്തും ആയിക്കോട്ടെ, വോർ ആയിക്കോട്ടെ, ഗ്യാപ്പ് അപ്പ് ആയിക്കോട്ടെ, ഗ്യാപ്പ് ഡൗൺ ആയിക്കോട്ടെ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് 1ൽ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് 1 തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ്. ഇൻ ഷോർട്ട് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്നലെ നമ്മൾ വരച്ചിരുന്ന റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ള. അപ്പൊ അതിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്തോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസിലോട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാപ്സ് നമ്മൾ ഇപ്പൊ തൽക്കാലം 60 പോയിന്റ്സ് ഉള്ളതുകൊണ്ട് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് തന്നെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത 60 പോയിന്റ്സ് ഈസിലി ആയിട്ട് കവറപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,500 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ റെസിസ്റ്റൻസ് നാളത്തേക്കുള്ളതായിട്ട് വരും. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ വരാൻ പോകുന്നത് 23,500 ആണ്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. 23,500 ഇത് ഇമ്പോർട്ടന്റ് ഇൻട്രാഡേ സപ്പോർട്ട് ലെവലായിട്ട് വരും. ഈ രണ്ട് ലെവലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലെവല് ബുള്ളിഷ് ക്യാൻഡിലോ ബെയറിഷ് ക്യാൻഡിലോ വെച്ച് ബ്രേക്ക് ഔട്ട് ആണ്. ഒന്നെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് ഒരു ബെയറിഷ് എൻഗൾഫിംഗ്, ഒരു ഇൻവേർട്ടഡ് ഹാമർ ഒക്കെ ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് ആണ്. അല്ലെങ്കിൽ മുകളില് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലെങ്കിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ
അല്ലെങ്കിൽ ഒരു ഹാമർ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രീൻ ബോഡിയുള്ള മർബോസും ഒക്കെ ഫോം ചെയ്യുകയാണെങ്കിൽ, നല്ല ബോഡിയുള്ള ഗ്രീൻ കാറ്റിൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ അതേസമയം ഇവിടെ ഇത് ഒന്നും ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ മാർക്കറ്റ് ഈ രണ്ട്, അതായത് 24,500 23,500 ഇടയിൽ ഫിൻ നിഫ്റ്റി ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും, വോളറ്റൈൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക, അത് വളരെയധികം സൂക്ഷിച്ച് കാണേണ്ട കാര്യവും കൂടിയാണ്. അത് മാത്രമല്ല, നാളെ തേഴ്സ്ഡേ എക്സ്പയറി ആണ്. അപ്പൊ നമുക്ക് ഇനി സെൻസെക്സിലോട്ട് കിടക്കാം. അപ്പൊ സെൻസെക്സിൽ തേഴ്സ്ഡേ എക്സ്പയറി ആണ് നാളെ. അപ്പോൾ നാളെ സെൻസെക്സിന്റെ വീക്ക്ലി എക്സ്പയറി വരണയാണ്, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യണം. മാർക്കറ്റ് സെൻസെക്സിലും വോളറ്റൈൽ ആയിരിക്കും. ഇവിടെ എടുത്തു കാണിക്കാനുള്ള കാര്യം, ഇവിടെ 73,000 റെസിസ്റ്റൻസ് 1 നല്ലോണം ബ്രേക്ക് ഔട്ട് ചെയ്തു. ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ക്ലോസ് ആയി. നമ്മൾ ഗ്യാപ്പ് വരച്ചിരുന്നു, 444 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി ക്ലോസ് ആയി. എന്നിട്ട് വന്ന് മാർക്കറ്റ് ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിരുന്ന 74,000 എന്ന റെസിസ്റ്റൻസ് 2ലാണ് കറക്റ്റ് വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ആ റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്യും മാർക്കറ്റ് എന്ന്. അതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് ഡൗൺവേർഡ് മൂവ്മെന്റ് നടന്ന് 73,245 വന്ന് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ ഇത് വെച്ച് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ഓൾറെഡി ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇൻട്രാഡേയില് ഇതുവരെ നമ്മുടെ മാർക്കറ്റ് ബൈ ട്രെൻഡിലായിട്ടില്ല, ഇപ്പോഴും സെൽ ട്രെൻഡിൽ തന്നെയാണ്. റെസിസ്റ്റൻസ് ലെവൽസ് വരുന്നത് ഇവിടെ, ഇവിടെ, ഇവിടെ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് റെസിസ്റ്റൻസസ് ആണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ താഴെ മുകളിലുള്ള ഗ്യാപ്പ് ഫില്ലായെങ്കിൽ താഴെ നമുക്കൊരു പുതിയ ഗ്യാപ്പ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റും കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്യാപ്പിന്റെ മെഷർമെന്റ് വരുന്നത് ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ നേരത്തെ ഏകദേശം നമുക്ക് കിട്ടുന്നത് 743 പോയിന്റ്സ് ആണ്. അപ്പൊ ഗ്യാപ്പ് തന്നെ 743 പോയിന്റ്സ് ഉണ്ട്. 743 പോയിന്റ്സ് ഗ്യാപ്പ്. ഓക്കെ, നമ്മുടെ ബൈസെൽ വാല്യൂ വന്നിരിക്കുന്നത് 73,134.32. ക്ലോസിംഗും കൂടി ഒന്ന് മാർക്ക് ചെയ്തോട്ടെ. ക്ലോസിംഗ്, അതായത് ഇന്നത്തെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 73,245 ആണ്. ഇന്നത്തെ വെനസ്ഡേ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ബൈസെൽ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പെർസെന്റേജ് വൈസ് മൂവ്മെന്റ് നോക്കിയാൽ 1.65%. പക്ഷെ ഓർക്കണം, ഗ്യാപ്പോട് കൂടിയുള്ള അപ്പ് മൂവ്മെന്റ് ആണെന്ന് ഓർക്കണം, അത് മറക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ആവറേജ് മൂവ്മെന്റ് ഗ്യാപ്പ് കൺസിഡർ ചെയ്യാതെ നോക്കണമെങ്കിൽ നമ്മുടെ ആവറേജ് മൂവ്മെന്റ് അപ്സൈഡ് മൂവ്മെന്റ് 183 അല്ല 833 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നെ ഒരു ബെയറിഷ് ഡൗൺവേർഡ് മൂവ്മെന്റ് തള്ളിയിരിക്കുന്നത്. അതും നോക്കിക്കഴിഞ്ഞാൽ 202 പോയിന്റ്സ് അപ്പ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് ചെയ്യാനുള്ളത്. അപ്പൊ അതിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇത് വെച്ച് നോക്കാനുള്ള ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ഇനിയും നമ്മൾ 74,000 തന്നെ എടുക്കും. കാര്യം അവിടെ ഇന്ന് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടാണ് 73,245 വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 74,000 ആയിരിക്കും നമ്മുടെ ഇൻട്രാഡേ റെസിസ്റ്റൻസ് 1 ആയിട്ട് ആക്ട് ചെയ്യുന്നത് നാളത്തേക്കുള്ളത്. പിന്നെ ഓർത്തല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ സെൻസെക്സിന്റെ എക്സ്പയറി ആണ്, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. പിന്നെ വരുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ 74,000 ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാവുന്ന നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവല് 75,000 ആണ്. ഇതായിരിക്കും ഇൻട്രാഡേ റെസിസ്റ്റൻസ് 2. നമ്മൾ 1000 പോയിന്റ്സ് വെച്ച് ആവറേജ് മൂവ്മെന്റും വോളിയം അനാലിസിസും സെന്റിമെന്റൽ അനാലിസിസും ഇതെല്ലാം കോഴ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും കേട്ടോ. ഇതെല്ലാം വെച്ചാണ് നമ്മൾ ഈ ലെവൽസ് എടുത്തിരിക്കുന്ന. കാര്യം നമ്മുടെ സെൻസെക്സിന്റെ ആവറേജ് മൂവ്മെന്റ് 500 to 1000 പോയിന്റ്സ് ആണ്. അപ്പൊ അത് വെച്ച് നമ്മുടെ ബാക്കിയുള്ള ക്യാൻഡിൽ മൂവ്മെന്റും അനാലിസിസും വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലെവലും വളരെ ഇമ്പോർട്ടന്റ് ആണ് നാളത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെയുണ്ട് 743 പോയിന്റ്സ് ഗ്യാപ്പ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്, നമുക്ക് എടുക്കാവുന്ന ബെസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 72,000 ആണ്. ഇത് വെറുതെ റൗണ്ട് അപ്പ് ആയിട്ട് എടുക്കുന്നതല്ല, നമ്മുടെ ആവറേജ് കാൽക്കുലേഷനും ബാക്ക് ടെസ്റ്റിംഗ് ഒക്കെ വെച്ച് ചെയ്യാൻ നേരത്ത് 72,000 സപ്പോർട്ട് 1 ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ആയിട്ട് വരും. ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുവാണെങ്കിൽ, അതായത് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്ന റെഡ് ക്യാൻഡിൽ ഇതുപോലെ ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സംഭവിക്കണം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ലെവൽ, അതായത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന 72,000 എന്ന ലെവൽ സപ്പോർട്ട് 1 റെസ്പെക്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങും. അതിനുള്ള കൺഫർമേഷൻ നോക്കേണ്ടത് ഇവിടെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തല്ല, മാർക്കറ്റ് കറക്റ്റ് ഇവിടെ വന്നേച്ചും ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കുറച്ച് കൂടി മുകളിൽ 73 പോയിന്റ്സ് ഗ്യാപ്പിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഒരു ഫോർമേഷൻ വരുവാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേസമയം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്താൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന്
ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നിന്ന് നെക്സ്റ്റ് റെസിസ്റ്റൻസ് 2 പോകുന്നതായിരിക്കും. അവിടെ വന്ന് ആയിരിക്കും പിന്നെ മാർക്കറ്റിന്റെ ആവറേജ് റിവേഴ്സൽ പോയിന്റ് വരുന്നത്. കാര്യം അത്രയും മുകളിലോട്ട് പോകാനുള്ള കരുത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റിലില്ല. അതുകൊണ്ട് അഥവാ 74,000 ബ്രേക്ക്ഔട്ട് നടന്നാൽ 75,000ന്റെ അവിടെ ഒരു റെസിസ്റ്റൻസ് റെസ്പെക്ട് ചെയ്ത് ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായി. എവിടെ കൊണ്ട് ഫോം ചെയ്യണം ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ച് കാണിച്ചു തരാം. കറക്റ്റ് ഈ ഒരു പോയിന്റ് വന്നേച്ച് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്താൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, സെൻസെക്സിന്റെ നാളത്തെ ഇൻട്രാഡേ ലെവൽസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ പഠിക്കേണ്ട. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മെന്റേഴ്സിന്റെ സഹായത്തോടെ ലൈഫ് ടൈം സപ്പോർട്ടോടുകൂടി ലൈഫ് ടൈം വാട്സ്ആപ്പ് ആക്സസും കോഴ്സ് ആക്സസോടും കൂടി കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒന്നിച്ച് ട്രേഡ് ചെയ്ത് നമുക്കും വിചാരിച്ച പോലെയുള്ള ഒരു ഔട്ട്പുട്ട് നേടാം. നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് ടെക്നിക്കൽ അനാലിസിസ് പഠിച്ച് ഏതൊരു സമയമായിക്കോട്ടെ, മാർക്കറ്റിംഗ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ അപ്പ് മൂവ്മെന്റോ ബെയറിഷ് മൂവ്മെന്റോ സൈഡ്വേസ് മൂവ്മെന്റോ എന്തോ ആയിക്കോട്ടെ ട്രേഡ് ചെയ്ത് വിചാരിച്ച പോലെയുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് നേടാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ടെക്നിക്കൽ അനാലിസിസ് എന്ന ടോപ്പിക് നമ്മൾ നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതായിരിക്കും. അതിനായിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സ് ഗ്രാബ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം അസറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. വേറെ സ്റ്റോക്ക് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളത്തെ അനാലിസിസ്ക്ക്. അതുവരേക്കും താങ്ക് യു ബൈ. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ ഗുഡ് നൈറ്റ്.